അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ, അല്ലെ? ഈ ഉപദേശത്തിന്റെ ഓരോ കാറ്റെന്ന് പറയുന്നത് വളരെ രസകരമാണ്. ഈ ചില പെന്തക്കോസ്ത് ചർച്ചകളിലുള്ള ഒരു അവസ്ഥ. ഇവിടുത്തെ കാര്യമല്ല കേട്ടോ, ഇവിടുത്തെ കാര്യം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, എനിക്ക് അറിയാൻ മേല. ഇങ്ങനെ പുനലൂരില് ഒരു ചർച്ചിൽ, ഏത് ചർച്ചാന്ന് പറയത്തില്ല, അവിടെ എൻ്റെ ഒരു സഹോദരൻ പ്രസംഗിക്കാൻ വേണ്ടി പോയി. അദ്ദേഹം പറഞ്ഞു, രക്ഷ സൗജന്യമാണ്, ദൈവം നമ്മളെല്ലാം സൗജന്യമായി നീതീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നല്ല വൈബ്രേഷൻ ആയിരുന്നു, എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞു. ഭയങ്കര ഹല്ലേലൂയായിരുന്നു, സന്തോഷമായി. അടുത്ത ആഴ്ച പുള്ളി അവിടെ പ്രസംഗം കേൾക്കാനിരിക്കുകയാണ്. വേറൊരു മനുഷ്യൻ പ്രസംഗിക്കുകയാണ്, രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ പോകാൻ 16 കടമ്പകളുണ്ടെന്ന്. അതിനും എല്ലാവരും സ്തോത്രം ഹല്ലേലൂയ പറഞ്ഞു. ആർക്കും ഒന്നും മനസ്സിലായില്ല. 18 കടമ്പ എന്ന് പറഞ്ഞാൽ പുള്ളി ശബരിമല കൊണ്ടുവിടായിരുന്നു. 16 കടമ്പകളുണ്ടെന്ന്, അതിനും ഹല്ലേലൂയ പറഞ്ഞു. വേറൊരു മനുഷ്യൻ യേശു ക്രിസ്തു മരിക്കുന്ന സമയത്ത് ദൈവമല്ലായിരുന്നു 5 തെളിവുകൾ, അതിനും ഹല്ലേലൂയ പറഞ്ഞു. നമുക്ക് എന്താ പറയുന്നതെന്ന് കേൾക്കണം നിർബന്ധമില്ല, ആ കറക്റ്റ് വൈബ്രേഷനിൽ അത് വന്നാൽ മാത്രം മതി. ഉപദേശം ഒരു കാറ്റ് അങ്ങോട്ട് വിട്ടാൽ അടുത്ത കാറ്റ് ഇങ്ങോട്ട് വരും. നമുക്കറിയാം, ഞങ്ങൾ ഹൈ റേഞ്ചിൽ ജീപ്പ് പോകുമ്പം കരിയിലെല്ലാം കൂടെ പറക്കും. ജീപ്പ് പോകുന്ന വഴി കരിയില കുറച്ചങ്ങ് പോകും. അപ്പൊ നമ്മൾ വിചാരിക്കും കരിയില പോയ ആ വഴി പോയി എന്ന് പറയും. അവൻ പോകില്ല, കുറെ കഴിയുമ്പോൾ അവിടെ വീഴും. അടുത്തൊരു ജീപ്പ് എതിരെ വരുമ്പോൾ അതേ കരിയിലകൾ ഇപ്പുറത്ത് തോന്നിയാണ്. ഇത് വർഷങ്ങളായിട്ട് ഇപ്പൊ ജോൺ തോമസ് പാസ്റ്റർ പ്രസംഗിച്ച് കുറെ കരിയിലകൾ പറന്ന് ഇനി അടുത്തൊരു മനുഷ്യൻ വന്ന് പ്രസംഗിക്കും, അതേ കരിയിലകളെ മടങ്ങി വരാനുള്ള സാധ്യത. അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് കുടിക്കുന്ന ശിശുക്കളായി പോയാൽ അങ്ങനെ ആയിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഗൗരവമായിട്ട് പറഞ്ഞു, പാല് കുടിക്കുന്ന ശിശുക്കളായി പോയാൽ ഇതെന്താ സഭയിൽ നിന്ന് പറയുന്ന, പുൾപിറ്റിൽ നിന്ന് പറയുന്ന ഒന്നും നമുക്ക് മനസ്സിലാവൂല. അവരോരോ ഉപദേശത്തിന്റെ കാര്യത്തിൽ അങ്ങോട്ട്, ഓരോ ഉപദേശത്തിന്റെ കാര്യത്തിൽ ഇങ്ങോട്ട് ആടിക്കൊണ്ടിരിക്കും. 100 വർഷം കഴിഞ്ഞാലും കുഞ്ഞായിട്ട് അവിടെ തന്നെ ഇരിക്കും. ആ കരിയിൽ അവിടെ തന്നെ അഴുകി ഇല്ലാതാവും. അതുകൊണ്ട് പരിജ്ഞാനം പ്രാപിക്കുന്ന വചനത്തിലേക്ക് നമ്മൾ വന്നില്ലെങ്കിൽ നമ്മൾ ഈ അധ്വാനിച്ചതും ഓടിയതും എല്ലാം വ്യർത്ഥമായി പോകും. ഇത് ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന ഒരു വാണിംഗാണ്. അപ്പൊ പ്രാർത്ഥന എന്ത്, ആരാധന എന്ത്, ഇതെല്ലാം എങ്ങോട്ട് വരണം? ഈ പരിജ്ഞാനത്തിന്റെ തലത്തിലേക്ക് വരണം. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ പ്രായം പ്രാപിക്കുവോളമുള്ള ആത്മീക വർധനയ്ക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമായിരിക്കുക. കാരണം അന്ത്യകാലത്ത് കർത്താവ് വരുമ്പോൾ, മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? അപ്പൊ